കേസുവിന്റെ നിയമസഭാ മാർച്ച് നടക്കുന്നു. തത്സമയ സംപ്രേഷണം. അഞ്ജു ജയപ്രകാശ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, കേസുവിന്റെ സമരം, നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണോ കാണുന്നത്? വിവരങ്ങളെന്ത്? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഈ അവകാശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട നിയമസഭാ കവാടത്തിന്റെ 150 മീറ്റർ അകലേക്ക് KSU പ്രവർത്തകർ മാർച്ച് ചെയ്തെത്തിയത്. മാർച്ച് ചെയ്തെത്തിയതിന് പിന്നാലെ VD സതീശനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം കടന്നുപോയതിന് പിന്നാലെയാണ് ബാരിക്കേഡ് പിടിച്ചുകുലുക്കിക്കൊണ്ട് പ്രവർത്തകർ സമരം ശക്തമാക്കാൻ ശ്രമിച്ചത്. അതിനിടയിൽ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നത്. പോലീസിന് നേരെ കല്ലും വടിയും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകർ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാലെയായിരുന്നു ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പോലീസും തിരിച്ചു പ്രതിരോധിക്കുകയുണ്ടായി. നിലവിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ നിയമസഭാ കവാടത്തിന്റെ 150 മീറ്റർ മാറി നിൽക്കുന്ന ഇടത്ത് നടക്കുന്നത്. വലിയ തരത്തിൽ പോലീസുമായിട്ട് ഇപ്പോൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന അതും കാണാം. പോലീസ് കെട്ടിയുറപ്പിച്ചിട്ടുള്ള ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് കെട്ടിയിട്ടുള്ള കയർ ഉൾപ്പെടെ പിടിച്ചു വലിച്ചുകൊണ്ട് പ്രവർത്തകർ ഒരു വശത്തും മറുവശത്ത് അതിനടുത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസിനെ വെല്ലുവിളിക്കുന്നത് കാണാം. പ്രവർത്തകൻ ബാരിക്കേഡിന്റെ മുകളിൽ കയറി പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തുന്നത് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കും. ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചതിന്റെ അടക്കം രോക്ഷം പോലീസിന് നേരെ പറയുകയാണ് പ്രവർത്തകർ. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ നിരവധി പ്രവർത്തകർ കയറുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. KSUവിന്റെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുകയാണ്. ഏതായാലും ഈ നീറ്റ് വിഷയം ഉൾപ്പെടെ, ഒപ്പം ഈ സർവകലാശാലയിൽ ഉള്ള നീറ്റ് വിഷയം, ഒപ്പം തന്നെ ഈ +1 സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അവകാശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇവിടത്തേക്ക് ഇപ്പോൾ മാർച്ച് ചെയ്തുകൊണ്ട് KSU പ്രവർത്തകർ അല്പസമയം മുമ്പ് എത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായി മാറുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗത്തിലേക്ക് എത്തിയത്. മാർച്ച് സമാധാനപരമായിരുന്നില്ലേ? എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഈ വളരെ
സമാധാനപരമായിട്ട് ആയിരുന്നു ആദ്യത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ബാരിക്കേഡ് പിടിച്ചു കുലുക്കി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പോലീസ് വാഹനത്തിലെ ജലപീരങ്കിയുടെ സൈറൻ മുഴങ്ങുന്നത്. ശേഷം പിന്നാലെ തന്നെ ആദ്യ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നു. പിന്നാലെ വീണ്ടും പ്രവർത്തകർ ജലപീരങ്കിക്ക് പിന്നാലെ തന്നെ ബാരിക്കേഡിന് അടുത്തേക്ക് തടിച്ചുകൂടി നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധമുയർത്തുന്നു. വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി കുലുക്കുകയും ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുകയാണ് ഉണ്ടായിരുന്നത്. രണ്ടാമതും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വലിയ തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ബാരിക്കേഡ് ഉൾപ്പെടെ മറച്ചിടാനും അത് കെട്ടിയുറപ്പിച്ച കയർ ഉൾപ്പെടെ പൊട്ടിക്കാനായിട്ട് പ്രവർത്തകർ ശ്രമിക്കുന്ന രീതിയിലേക്കായിരുന്നു ഈ പ്രതിഷേധം മാറിയത്. എന്തായാലും VD സതീശന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെയാണ് പ്രവർത്തകർ സമരം ശക്തമാക്കാനായി ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം ആരംഭിച്ചത്. അതാണ് പോലീസിന് പ്രകോപനമുണ്ടാക്കിയത്. പിന്നീട് പോലീസ് പ്രവർത്തകരുടെ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം പരാജയപ്പെടുത്താൻ വേണ്ടി 2 തവണയാണ് നിലവിൽ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നാലെ ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ തടിച്ചുകൂടി ഈ ബാരിക്കേഡിന് മുകളിലും താഴെയുമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അല്പം മുമ്പാണ് അതിലൊരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പോലീസിന് നേരെ ഭീഷണി ഉയർത്തുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നാലെ അവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം ഉയർത്തി ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ലക്ഷ്മി, അഞ്ജു, അവിടെ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തിരിച്ച് പോലീസിനെതിരെയും ഇവർ കമ്പും കല്ലും മറ്റും എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടോ? അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പ്രവർത്തകർക്കാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ജലപീരങ്കി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് നിരവധി പേർ പലയിടങ്ങളിലായി ചിതറി തെറിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിലർ അവിടെ ഇവിടെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ മറ്റു പരിക്കുകളൊന്നും നിലവിൽ പ്രവർത്തകർക്കില്ല. പിന്നീട് ഈ പ്രവർത്തകർ തന്നെ തടിച്ചുകൂടിയ പ്രവർത്തകർ തന്നെ കയ്യിൽ പ്രതിഷേധത്തിന് കൊണ്ടുവന്നിട്ടുള്ള കൊടി കെട്ടിയിട്ടുണ്ടായിരുന്ന കമ്പ് ഉൾപ്പെടെ കമ്പും താഴെ കിടക്കുന്ന കല്ലുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് നേരെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ജലപീരങ്കി പോലീസിന് ഉപയോഗിക്കേണ്ടി വന്നത്. ഇതാ ഇപ്പോഴും ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ. അത് മറച്ചിടാനായി ഒരു വശത്ത് ശ്രമം നടത്തുന്നു, മറുവശത്ത് തന്നെ ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി പ്രവർത്തകരാണ് ഈ ബാരിക്കേഡ് പിടിച്ചു മറച്ചിടാനായിട്ടുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. അഞ്ജു, ഈ നിയമസഭാ മാർച്ചിന് ആരാണ് ഇന്ന് നേതൃത്വം നൽകിയത്? ഈ അവകാശ പത്രിക സമർപ്പണം സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ കൂടി. ലക്ഷ്മി, പ്രധാനമായിട്ടും ജലപീരങ്കിയാണ് ലക്ഷ്മി ഉപയോഗിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ 3ാമത്തെ ജലപീരങ്കിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബാരിക്കേഡിൽ പിടിച്ചു നിൽക്കുന്ന 3 പ്രവർത്തകരെ കൂടി കാണാൻ സാധിക്കും. മറ്റു പ്രവർത്തകർ താഴെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വീണ്ടും കമ്പും വഴിയും പോലീസിന് നേരെ എറിയുന്നുണ്ട്. പ്രവർത്തകർ വളരെ പ്രകോപനം കൊള്ളുകയാണ് പോലീസിന് നേരെ. കാരണം ബാരിക്കേഡിന് മുകളിൽ 3 പ്രവർത്തകർ ഉള്ളപ്പോഴാണ് ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതുൾപ്പെടെയാണ് ഉള്ള സാഹചര്യമുള്ളത്. നിലവിൽ ഇപ്പോൾ കൂക്കിവിളിയാണ് പോലീസിന് നേരെ ഉയർന്നത്. ഈ ജലപീരങ്കി അടുത്തത് പ്രയോഗിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുദ്രാവാക്യം പ്രതിഷേധവുമായിട്ട് ബാരിക്കേഡിൽ തന്നെ പിടിച്ചു കൊണ്ട് പ്രവർത്തകർ നിലയുറപ്പിക്കുന്ന സ്ഥിതി. തിരിച്ചോടുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും നിരവധി തവണ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവകാശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് KSU അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതൊന്ന് നീറ്റ് വിഷയവുമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള KSUവിന്റെ നിയമസഭാ മാർച്ച് സംഘർഷം, പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. ബാരിക്കേഡിൽ പിടിച്ചു നിന്ന പ്രവർത്തകർ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുകയും പോലീസിന് നേരെ കമ്പും വടിയുമെല്ലാം എറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നിലയിലാണ് ഇപ്പോൾ 3ാം തവണ പോലീസിന് അവിടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്.